അതിനകത്ത് കാണാൻ കഴിയും. ഈ പാവങ്ങളെ പറഞ്ഞു പറ്റിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കുറ്റമാണ്. ഈ ക്രിസ്തുമതത്തിൻ്റെ ഏറ്റവും വലിയൊരു ധാർമ്മിക അപജയത്തിൻ്റെ കാരണം തന്നെ ഇല്ലാത്തവനെയും പാവങ്ങളെയും വലിയ തോതിലുള്ള വാഗ്ദാനങ്ങൾ കൊടുത്ത് പറ്റിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു പണക്കാരനുണ്ട്, പറയും അവൻ പണക്കാരനാണെങ്കിലും അവൻ അവിടെ കയറി ചെല്ലാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നീ പാവമായതുകൊണ്ട് നീ ബ്ലെസ്ഡ് ആണ് എന്ന് പറയുന്നത് പറ്റിക്കലാണത്. എന്താണത്? ചില വിചാരിക്കും അയ്യോ പാവങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം നൽകിയ മതമാണ്. എന്താ യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത്? നമ്മൾ നോക്കുന്നത് അവർക്ക് ഒരുപാട് സമ്പത്ത് ആയിക്കോട്ടെ, അവൻ അവിടെ ചെല്ലുമ്പോൾ ഒന്നും കിട്ടത്തില്ല. എവിടെ ചെല്ലുമ്പോഴാ നമുക്ക് പൈസ വേണ്ട, ഇവിടെ എല്ലാം ചെലവഴിക്കാൻ പറ്റും. പൈസ സമ്പത്ത് വേണ്ട, ഇവിടെയാണ് ജീവിക്കുന്നത്. അങ്ങനെ പറയാ ഈ പണക്കാരന് അവിടെ ചെല്ലുമ്പോഴേ ഈ സൂചിയുടെ കുഴി ഇടയ്ക്കൂടെ ഒട്ടകത്തിന് കയറാൻ എന്തുമാത്രം പ്രയാസമായിരിക്കും, അത്രയും പ്രയാസമായിരിക്കും വലിയ വ്യവസായികളായിട്ടുള്ള നിങ്ങൾക്കൊക്കെ. അനിലൊക്കെ ഓർത്തോളൂ. പക്ഷെ പാവപ്പെട്ടവനാണെങ്കിൽ നോ പ്രോബ്ലം, അടിപൊളി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ തിരശ്ശീലയിൽ കനമില്ലാത്തവന് പേടി എന്ത് എന്ന് ചോദിക്കുന്ന മിക്കവാറും 99% ടീമുകളും ഒന്നാന്തരം പണക്കാരായിരിക്കും. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. ചുമ്മാ അതൊരു ജാടയ്ക്ക് പറയുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ജീസസ് said to the disciple, truly I tell you, it is hard for someone who is rich to enter the kingdom of heaven. Again I tell you, it is easier for a camel to go through the eye of a needle than for someone who is rich to enter the kingdom of God. ഞാൻ മുമ്പേ പറഞ്ഞു തന്നെ, പണക്കാരന് ഒരു ഒട്ടകത്തിന് സൂചിക്കുഴയിലൂടെ, ഇത് ഒട്ടകത്തിന് സൂചിക്കുഴ എന്ന് പറയുന്നത് ഇത് ഗ്രീക്ക്, ഇതിൻ്റെ ഒരു വ്യാഖ്യാന ഫാക്ടറി പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ്. വ്യാഖ്യാന ഫാക്ടറികൾ പറയുന്നത് ഇതാണ്. ഒന്ന്, ഈ ഒട്ടകത്തിനൊരു വാക്കുണ്ട് ഗ്രീക്കിൽ, അത് യഥാർത്ഥത്തിൽ തെറ്റായിട്ട് സ്പെല്ല് ചെയ്താണ്. യഥാർത്ഥത്തിൽ റോപ്പ് അല്ലെങ്കിൽ കേബിൾ, ത്രെഡ് എന്നുള്ള വാക്കും ഒട്ടകം എന്നുള്ള വാക്കും തമ്മിലൊരു സാമ്യമുണ്ട് ഗ്രീക്കിൽ എഴുതുമ്പോൾ. അതിൽ ആദ്യത്തെ ഗ്രീക്ക് എഴുത്തിൽ ഒട്ടകം എന്ന് അറിയാതെ കയറിപ്പോയതാണ്. യഥാർത്ഥത്തിൽ സൂചിയുടെ കുഴയിലൂടെ ഈ ത്രെഡ് കയറ്റുക അല്ലെങ്കിൽ കേബിൾ കയറ്റുക അല്ലെങ്കിൽ റോപ്പ് കയറ്റുക എന്ന് തന്നെയാണ് ഉള്ളത് എന്നൊരു വാദം ഒരിടത്ത്. വേറൊരു വാദം ഉള്ളതെന്ന് വെച്ചാൽ ഈ ജെറുസലേമിലെ നഗര വീഥികൾ, ഒരു കോട്ട അവിടെ ഉണ്ടായിരുന്നു. ആ കോട്ടയിൽ രാവിലെ പകൽ സമയത്ത് എല്ലാ വാതിലുകളും ഓപ്പൺ ആയിരിക്കും. രാത്രി ആകുമ്പോൾ ഇടുങ്ങിയ 1-2 വാതിലുകൾ മാത്രമേ, ബാക്കി നമ്മൾ കണ്ടിട്ടില്ല, ഈ കോളേജൊക്കെ കണ്ടിട്ടില്ല. ഇപ്പോൾ ഒരു ചെറിയ വാതിലൂടെ അകത്ത് കയറ്റി വിടുകയുള്ളൂ. എന്തിനാണെന്ന് എനിക്കിതുവരെ അറിയാൻ വയ്യ. നമുക്ക് ഇന്ത്യൻ പാർലമെൻറ്റിൽ പോലും നേരെ ഇന്ത്യൻ പാർലമെൻറ്റിൽ പറ്റില്ല, കാൻബറയിൽ ഓസ്ട്രേലിയൻ പാർലമെൻറ്റ്, നിങ്ങൾക്ക് ചുമ്മാ ഈ സീമാട്ടിയുടെ മുന്നിൽ ചെന്ന് നിൽക്കുന്നോണം നിൽക്കാം, ഒരു പ്രശ്നമില്ല. അവിടെ ചെന്ന് ഉടനെ ആളുകൾ വന്ന്, നമ്മൾ എത്ര അടുത്ത് എന്നാൽ പോലും നമ്മുടെയൊക്കെ അവരൊന്നും ചോദിക്കത്തില്ല. അതുപോട്ടെ, അവർ ആത്മവിശ്വാസം